സിസേറിയന് ശേഷം നോർമൽ ഡെലിവറി അഥവാ സാധാരണ പ്രസവം സാധ്യമാണോ? പലരുടെയും വിചാരം ആദ്യത്തെ സിസേറിനാണെങ്കിൽ പിന്നെ സിസേറിയൻ തന്നെ ആവണം എന്നുള്ളതാണ്. പക്ഷെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഒഴിച്ച് നമുക്ക് ആദ്യത്തെ സിസേറിനാണെങ്കിലും അടുത്തത് നമുക്ക് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ട്രൈ ചെയ്താൽ ഒരു നോർമൽ ഡെലിവറി സാധ്യമാവാനുള്ള പോസിബിലിറ്റി ഒരു 70-75% ആണ്. അതിൻ്റെ സക്സസ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഫാക്ടർ സിസേറിയന് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷമോ ഒരു വെജൈനൽ ഡെലിവറി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഡിസൈഡിങ് ആയിട്ടുള്ള ഫാക്ടർ. പിന്നെ ആദ്യത്തെ സിസേറിയൻ ആവാനുള്ള കാരണം അനുസരിച്ച് പിന്നത്തതിൽ വജൈനൽ ഡെലിവറി ആവാനുള്ള ചാൻസസ് കൂടുതലോ കുറഞ്ഞോ ഇരിക്കും. പിന്നെ ചില അബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതായത് ആദ്യത്തെ സിസേറിയൻ നമ്മൾ ക്ലാസിക്കൽ സിസേറിയൻ എന്ന് പറയും. അങ്ങനെ അല്ലെങ്കിൽ പ്രീവിയസ് ഒരു നമ്മൾ നോർമൽ ഡെലിവറിക്ക് വെച്ചിട്ട് മുറിവ് വിട്ടുപോയിട്ടുണ്ട്, അങ്ങനത്തെയുള്ള കണ്ടീഷൻസ്. പിന്നെ ഏതൊരാൾക്കും സിസേറിയൻ അല്ലാത്ത ഒരാൾക്കും നോർമൽ ഡെലിവറിക്ക് വെക്കാൻ പറ്റാത്ത സന്ദർഭങ്ങൾ, മറുവുള്ള താഴെ ആയിരിക്കുക, കുഞ്ഞിനെ ഇറങ്ങി വരാൻ പെൽവിൽസിൽ സ്ഥലമില്ലാതിരിക്കുക, അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസിൽ നമുക്ക് നോർമൽ ഡെലിവറിക്ക് പോസിബിലിറ്റി ഇല്ല. പിന്നെ ഇങ്ങനെ നമ്മൾ വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? അതായത് ആദ്യത്തെ സിസേറിയൻ്റെ തുന്നൽ വിട്ടു പോവാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷേ അതൊരു 0.5% ഉള്ളൂ. എന്ന് വെച്ചാൽ അതൊരു വളരെ ചെറിയൊരു ശതമാനമാണ്. ഇനി അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഉടനെ ഒരു ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് അമ്മയുടെ ആരോഗ്യത്തിനും അമ്മയുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം. അതുപോലെ ആ സമയത്ത് കുഞ്ഞിന് ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു 0.04% ഉള്ളൂ. ആ ഒരു കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊരു പ്രസവത്തിന് വെക്കുമ്പോൾ ഒരു കുഞ്ഞിനുണ്ടാകുന്ന ഒരു അപകട സാധ്യത മാത്രമേ അതുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേറെ നമുക്ക് വെക്കാൻ പാടില്ലാത്തതായ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞ എല്ലാവർക്കും ഒരു നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ.